തുടങ്ങിയാ തുടങ്ങാലോ. 2 ബദാം ഉണ്ടാവില്ല തിന്നിട്ടാ. ഇപ്പൊ ജനനായകൻ ജനുവരി 9 റിലീസ് ആവേണ്ട പടം ഇന്നിപ്പോ ജനുവരി 26 ഇതുവരെ റിലീസായില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എന്നതുകൊണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റില്ല. ആരാണ് ഈ സെൻസർ ബോർഡ്? ഡിസംബർ 18 ഇവരെല്ലാ വർക്കും കഴിഞ്ഞിട്ട് സെൻസർ ബോർഡിന് ഫിലിം സബ്മിറ്റ് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് UA സർട്ടിഫിക്കറ്റ് തരാം, ഇല്ലെങ്കിൽ A സർട്ടിഫിക്കറ്റ് തരും. ഓക്കെ. അപ്പൊ അവര് മൂവി കട്ട് ചെയ്ത് അവര് പറഞ്ഞ രീതി കട്ട് ചെയ്തിട്ട് വീണ്ടും അയച്ചപ്പോ അവര് പറഞ്ഞ് ഇത് പറ്റൂല, ഇതില് ജാതിപരം മതിപരം അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്, തരാൻ പറ്റൂല, റിവിഷൻ കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അത് അയച്ചു കൊടുത്തിട്ട് കിട്ടാനും മാത്രമുള്ള സമയം ഇല്ലാത്തത് കൊണ്ടും റിലീസ് പെട്ടെന്ന് ചെയ്യണമെന്നുള്ളത് കൊണ്ടും പ്രൊഡ്യൂസർ എന്ത് ചെയ്തു? കോടതിയിൽ പോയി. കോടതി പോയപ്പോ ഫസ്റ്റ് ജഡ്ജി പറഞ്ഞു, ഓക്കെ നിങ്ങൾ പടം റിലീസ് ചെയ്തോ, UA സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ജനുവരി 9 റിലീസ് ചെയ്തോ എന്ന് പറഞ്ഞു. പ്രൊസീഡ് ചെയ്തു. ജനനായകന് അനുകൂലമായ ഒരു വിധി വന്ന് അപ്പൊ തന്നെ അവരെന്ത് ചെയ്തു? സ്റ്റേ മേടിച്ചു നമ്മുടെ സെൻസർ ബോർഡ് ടീം. അതായത് ഞങ്ങള് പറയാനുള്ളതും കൂടി കേൾക്കണം, എന്നിട്ട് വിധി ഉണ്ടാക്കിയാ മതി എന്ന രീതിയിലുള്ള വർത്തമാനത്തിൽ അവർ സ്റ്റേ മേടിച്ചു. അങ്ങനെ സ്റ്റേ മേടിച്ചിട്ട് ഈ വിധിയാണെങ്കിലോ ഒരാഴ്ച കഴിഞ്ഞിട്ടേ പറയൂ. അതായത് റിലീസ് ഡേറ്റും മറികടന്നിട്ടേ വിധി വരത്തുള്ളൂ. റിലീസ് ബ്ലോക്കായി. അങ്ങനെ ഇവര് കേസ് നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വാദമൊക്കെ ആയിട്ട് ലാസ്റ്റ് ഇപ്പൊ സെൻസർ ബോർഡ് പറയാണ് ഞങ്ങളുടെ റിവേഴ്സിംഗ് കമ്മിറ്റി പടം കാണണമെന്ന്. അപ്പൊ കോടതി വെച്ച് നിങ്ങൾ ഇതുവരെ പടം കണ്ടില്ല, പടം പോലും കാണാതെയാണ് ഈ സഹോദരങ്ങള് ഇതിനു വേണ്ടി സെൻസർ ബോർഡ് കൊടുക്കുന്നു, സർട്ടിഫിക്കറ്റ് കൊടുക്കൂല എന്ന് പറഞ്ഞത്. ഇത്രയും ദിവസം ഇതൊക്കെ വലിയ കോമഡി ഉണ്ട്. എന്താ അവിടെ ഒന്നും വരെ കണ്ടിട്ടില്ല. അതെ, ഒന്നും കണ്ടിട്ടില്ല. അതൊരു കോമഡി. അതെ, അത് കോമഡി. ഒരു റിവേഴ്സിംഗ് എക്സാമിംഗ് കമ്മിറ്റിക്ക് ആദ്യം അയച്ച് എക്സാമിംഗ് കമ്മിറ്റി എന്ത് വാക്കാൽ പറഞ്ഞു, എന്ത് സർട്ടിഫിക്കേഷൻ തരാം, ഈ പറഞ്ഞല്ലോ ഇത്ര കട്ട്സ് വന്നാല് UA തരാം, അല്ലെങ്കിൽ പറഞ്ഞു. ഓക്കെ, ഇതിന് റിവിഷൻ കമ്മിറ്റിക്ക് അയക്കണം എന്ന് പറഞ്ഞല്ലോ. ഈ കട്ട് പിന്നെയും കുത്തിക്കയറ്റുന്ന അത്ര അവർക്ക് അയക്കണമെങ്കിൽ അതാണ് അതെന്തിനാണ്? ഇത് മൊത്തം ഫുൾ ഫിലിം അവര് കണ്ടാലേ ഇനി സെൻസർ സർട്ടിഫിക്കറ്റ് തരുള്ളൂ. അപ്പൊ ആദ്യം ഒരു പടം പോലും കാണാതെയാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇതാക്കിയത്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതെ, ഇവര് കണ്ടീഷൻ എന്താ വെച്ചാ ഇന്ത്യൻ ആർമിയുടെ കുറച്ച് ലോഗോസും സംഭവങ്ങളും ഇവര് കാണിക്കുന്നുണ്ട്. അതേപോലെ ജാതി വ്യവസ്ഥയും മതവ്യവസ്ഥയെ കുറിച്ച് ഇവര് പറയുന്നുണ്ട് എന്നാണ് ഇവരെ വാദം. അതാണത്തെ റിലീസ് ബ്ലോക്ക് ചെയ്ത് വെക്കാനായിട്ടുള്ള റീസൺ എന്ന് പറയപ്പെടുന്നു. എന്താണ് ഏതാണ് എന്നാണ് അവര് കോടതി പറഞ്ഞത്. കോടതിയിൽ പറഞ്ഞത് അങ്ങനെയെന്നാണ് പറഞ്ഞത്. ആർമിന്റെ സിമ്പിൾസ് മിസ്റെപ്രസെന്റ് ആയി യൂസ് ചെയ്യുന്നുണ്ട്. റിലീജിയനെ പറ്റി, കാസ്റ്റിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. റിലേഷനെതിരായിട്ടായിരിക്കല്ലോ എന്തായാലും പറയണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇതാക്കി. ഇല്ലെങ്കിൽ അഖണ്ഡ 2 റിലീസ് ആവാൻ പാടില്ല. അതെ, അഖണ്ഡയിലൊക്കെ പറയുന്നത് കേട്ട എന്റെ അമ്മ ഇന്ത്യൻ ആർമീനൊക്കെ നമ്മളെ എപ്പോഴും പറയും രാജ്യമാണ് ടോപ്പില്, എന്നിട്ട് ഈ പറയുന്ന ബിലീഫ് റിലീജിയനുള്ളൂ. അതെ, അഖണ്ഡയിലൊക്കെ എന്താണ് സ്വന്തം കൺട്രിയുടെ ആ ഒരു ഡിഫൻസീവിനെയാണ് ഒരു കുറ്റം പറഞ്ഞിട്ട് അങ്ങേര് പോയി ഉണ്ടാക്കുന്നത്. അങ്ങേര് സംഭവം ഒരു സ്പിരിച്വൽ സ്റ്റഫാണുള്ളത്. ഏത് അഖണ്ഡാന്ന് പറയുന്നത്. അപ്പൊ അവിടെ പുള്ളി ഫസ്റ്റ് പ്ലേസ് ചെയ്ത് എന്തിനാണ്? തന്റെ ബിലീഫിനാണ്. എന്തിനേക്കാളേറെ രാജ്യത്തിനെ ഇൻസൾട്ട് ചെയ്തിട്ട് ആർമീനെ. അത് വിഷയമല്ല, സിമ്പിൾസ് മിസ്റെപ്രസെന്റ് ആയി യൂസ് ചെയ്തതാണ്. അതൊക്കെ സിനിമേന്റെ ഒരു വിഷയല്ലേ. അത് എന്താണ് ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള സിനിമ ഇന്ത്യയിൽ ഇറക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത്
എന്ത് ചെയ്യും? പിന്നെ എന്തോരം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. കേരള സ്റ്റോറി എടുത്തു നോക്കി ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ രാജ്യത്തിനെ കുറിച്ച് കുറ്റം പറയുന്നത്, ഭയങ്കര മിസ്ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. അതൊന്നും ഈ സെൻസർ ബോർഡ് കാണുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. അത് കാണൂല. അതെന്താ വിജയ് സിനിമ അല്ലേ? അതാണ് അതാണ് മെയിന്. വിജയ് ആണ് അവിടെ മെയിന്. അല്ലാന്നുണ്ടെങ്കിൽ അതിപ്പോ വേറെ ഏതെങ്കിലും നടന്റെ സിനിമ ആണെങ്കിൽ എന്നോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. അതെ. ഇവിടെ വേറെ കോമഡി. കോടതി ജനനായകൻ ടീമിനോട് ചോദിച്ചത്രേ, നിങ്ങൾ എന്തിനാണ് സർട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് മുന്നേ റിലീസ് ഡേറ്റ് പറഞ്ഞതെന്ന്. അതെ, റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ച എന്തിനാന്ന്. എന്ത് കഥ. ചോദ്യം ചെയ്യേണ്ടി വരും. ഇത് അപ്ഡേറ്റഡ് അല്ല എന്നുള്ള ചോദ്യം വരും അവിടെ. ഇത് അപ്ഡേറ്റഡ് അല്ലല്ലോ, ഇപ്പോഴും ആ ഒരു ഇതിലാണ് നിലനിൽക്കുന്നത്. അത് പോട്ടെ, നിയമത്തിന്റെ അപ്ഡേഷൻ പോട്ടെ, കോമഡി അതല്ല, പുറമെ നടക്കണം അറിയണ്ടേ. അതെ, ഇവിടെ എല്ലാ സിനിമ എന്തിന് കൂലി വരെ എടുത്താൽ മതി. കൂലിക്ക് തോന്നുന്നത് 2 കൊല്ലം മുന്നായിട്ട് അതിന്റെ റിലീസ് ഡേറ്റ് പറഞ്ഞത്. അതാ അതാ ഷോ മറ്റൊരു ഫസ്റ്റ് ടീസറായിട്ട് ഇട്ടില്ലേന്ന് അവര് കൂലിയുടെ മറ്റേ സാധനം എന്ത് ആ വാച്ച് ഇങ്ങനെ കെട്ടിക്കൂട്ടിയോണ്ട് ഒരുത്തന്നെ കഴുത്തിലിട്ട് കറക്കാൻ ഗ്ലിംസ് പണ്ടേ തന്നപ്പം തന്നെ ഒരു റിലീസ് ഡേറ്റിന് കാര്യം പറഞ്ഞിട്ട് തോന്നുന്നുണ്ട്. ഇവന്റെ ലൊക്കേഷൻ ഇന്റർവ്യൂസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അറിയാം ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഇവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻകൂട്ടി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രഷറാണ് അവർക്ക്. മറ്റേത് എന്ത് ചെയ്യും, മറ്റിങ്ങനെ ഒരു നെവർ മൈൻഡ് ആവും, ഫ്ലെക്സിബിൾ ആയി പോകും. അതെ, ഇതിങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്താല് കൃത്യമായിട്ട് ചെയ്ത് പോകല്ലോ വെച്ചിട്ടാണ്. പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആണ്, മുൻകൂട്ടി ഡേറ്റ് ഫിക്സ്. ഇപ്പൊ അവരതിൽ പറഞ്ഞ എക്സാമ്പിൾ ദുരന്തർ 2ന്റെ എക്സാമ്പിളാ. അതെ, ദുരന്തർ 2 ആണ് അവര് പറഞ്ഞ് കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതിവിടെ മാർച്ചിൽ ഇറങ്ങാൻ പോണ്. അതിന്റെ പോർഷൻസ് ഇനി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞില്ലല്ലോ. അതെ, ഇത് മൊത്തം കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണ് സെൻസർ ബോർഡിന് ഇത് അയച്ചു കൊടുക്കേണ്ടത്. അയച്ചു കൊടുക്കുന്നത് അതിന് മുന്നേ തന്നെ അവർ റിലീസ് ഡേറ്റ് ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാത്രല്ല, ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഡേറ്റ് ഉണ്ടെങ്കിൽ മറ്റു പടങ്ങൾക്കും കൂടി അതൊരു ഇതാണ്. ഈ ഒരു റിലീസ് ഡേറ്റ് അവരെടുത്തിട്ടുണ്ട്, ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങോട്ട് വെക്കണ്ട. ക്ലാഷ് വെക്കണമെങ്കിൽ ക്ലാഷ് വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഡേറ്റിലോട്ട് ഇതാക്കാം എന്നൊരു തീരുമാനത്തിൽ മറ്റ് പ്രൊഡക്ഷൻ കമ്പനികൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. അതിനൊക്കെയാണ് ഈ ഡേറ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നത്. ഒരു സിനിമന്റെ കളക്ഷൻ വലിയ രീതിക്ക് കോമ്പറ്റീഷൻ ബാധിക്കും. അതെ, മൊത്തത്തിൽ ആദ്യം സെൻസർ ബോർഡ് പറഞ്ഞോലെ കൊടുക്കാന്ന്, പിന്നെ എന്തിനാണ് പിന്നെ ഒരു 3 ദിവസത്തിന് ശേഷം അത്ര കോമഡി അതല്ല. ഇവൻ സിനിമ കണ്ടിട്ടില്ല, സിനിമ പോലും ഇവരുടെ ടോപ്പ് സിനിമ കണ്ടിട്ടില്ല. അതെന്താ കാണാൻ കാണണ്ടേ? അതിനല്ലേ സിനിമ കൊടുത്ത്. അതിനൊക്കെ വ്യക്തമാണ്, ഒരു ബോധപൂർവം കൊടുക്കാത്ത തന്നെയാണ്, അല്ലാത്ത ഒന്നുമല്ല. അല്ല തന്നെ ഒരു ആർട്ട് ഫോമിന് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന സർട്ടിഫിക്കറ്റ് കൊടുത്താൽ പോരെ, എത്ര കട്സ് വെച്ചിട്ട്. സർട്ടിഫിക്കറ്റ് അല്ല ഏറ്റവും ടോപ്പില്, അതത് കൊടുത്താ പോരെ. അത് ഇവര് ട്രൈ ചെയ്തു, എക്ക് വേണ്ടി ട്രൈ ചെയ്തു, അപ്പോഴാണ് ഇങ്ങനത്തെ കുറച്ച് വിഷയമായത്. ഇത് ഏന്റെ അണ്ടറിൽ വരൂലെന്ന് ചോദിച്ചു. ഏടെ അത്രയ്ക്ക് മാത്രമുള്ള വയലൻസ് സംഭവങ്ങളൊന്നും അതിലുണ്ടാവൂല. ഇവര് മനഃപൂർവ്വം ചെയ്യുന്ന അത്. ആരുടെക്കോ ഇൻഫ്ലുവൻസും ഉണ്ട്, ആരുടെക്കോ ഇൻഫ്ലുവൻസും ഉണ്ട്. വിജയ് ആണെങ്കിൽ രാഷ്ട്രീയത്തിക്ക് ഇറങ്ങിയിട്ട് ഡയറക്റ്റ് ആണ്, അതായത് ഇൻഡയറക്റ്റ് ആയിട്ടൊന്നുമല്ല പറയുന്നത്, ഡയറക്റ്റ് ആയിട്ടാണ് ഓരോ പാർട്ടിനെ കുറിച്ചും പറയുന്നത്. സ്വാഭാവികം, അവർ അഫക്ട് ചെയ്യും. അതെ, അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഇതായിരിക്കാം. ആണെന്ന് തന്നെ പറയണ്ടേ, ആയിരിക്കാന്നൊന്നല്ല. ആണ്. പിന്നെ വിജയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ മറ്റേ എലക്ഷനും മുന്നേ പടം ഇറക്കിയില്ലെങ്കിൽ? അത് സംഭവം എന്താ വെച്ചാല്, ഈ എലക്ഷന് മുന്നേ പടം ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഇതൊരു ബിസിനസ്സും കൂടിയല്ലേ. അപ്പൊ ആ ഒരു ലീവും സംഭവങ്ങളൊക്കെ നോക്കിയിട്ടാണ് ജനുവരി 9 അവര് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മാർച്ച് ഏപ്രിലാണ് നമ്മുടെ ഈ എലക്ഷന്റെ ടൈം വരുന്നത്. ആ സമയത്ത് നമ്മളെ കാൻഡിഡേറ്റ്സ് ഇങ്ങനത്തെ പടങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ റൂൾ ഉണ്ട്. സിനിമ ചെയ്യാൻ പാടില്ല, പ്രൊമോഷൻ ഒന്നും പാടില്ല. അങ്ങനെ ഉണ്ട്, കാൻഡിഡേറ്റ്സ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിട്ടുള്ളൊരു ഇതുണ്ട്, റൂൾ ഉണ്ട്. അപ്പൊ ഈ മാർച്ചിലെങ്കിലും അവർക്ക് റിലീസ് ചെയ്യാൻ പറ്റണം.
മാർച്ചിലൊന്നും പറ്റിയിട്ട് കാര്യമില്ല. മാർച്ചിലും പറ്റിയിട്ട് കാര്യമില്ല, കാരണം മാർച്ച് മെയിൻ എക്സാം ആയി. ഇവർക്ക് ഏറ്റവും പെർഫെക്റ്റ് ടൈം ജനുവരി ആയിരുന്നു. അപ്പൊ അവിടെ തന്നെ ഇവര് മാക്സിമം പിടിച്ചു വെക്കാനുള്ളതിന്റെ ഒരു റീസൺ അതാണ്. ഇങ്ങോട്ട് ഏപ്രിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, റിലീസ് ചെയ്യാൻ പറ്റൂല. കാരണം കാൻഡിഡേറ്റ് ആയി, വിജയ് കാൻഡിഡേറ്റ് ആയി. ഞാൻ കേട്ട അതായത് ഈ സിനിമ പ്രൊമോഷനിലെ കാര്യങ്ങളില് പൊളിറ്റിക്സ് എന്ത് ചെയ്ത് അതിൽ കൂട്ടി കലർത്തരുതെന്നൊക്കെ കേട്ട്. അല്ലാതെ പ്രൊമോഷൻ ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട്. അല്ല, അവര് പൊതുജനങ്ങൾക്കിടയിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങനത്തെ, അത് ഈ സിനിമ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഇതാണല്ലോ. അപ്പൊ വിജയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ സിനിമയിലും ഉണ്ട്. അപ്പൊ അതൊക്കെ ഒരു പാർട്ടി പ്രചാരണം കൂടി ആവുന്നതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് നിയമമുണ്ട്. അങ്ങനെ കാൻഡിഡേറ്റ്സ് മൂവീസിലൊന്നും പ്രൊമോഷൻ ചെയ്യാൻ പാടില്ല എന്നൊരിതുണ്ട്. അങ്ങനെ ഉണ്ട്. വിജയ്ക്ക് ഇപ്പൊ എന്തായാലും ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. കാരണം ഇപ്പോ എലക്ഷൻ ആണ് വരുന്നത്. അതെ. അപ്പോ തന്റേതായ ഒരു സിനിമ, ജനനായകം ഒന്നും പറയാല്ല, ആ ട്രെയിലറൊക്കെ കണ്ടാൽ തന്നെ അറിയാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇറക്കാനുള്ള ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും എന്തായാലും അതൊരു പൊളിറ്റിക്കൽ സിനിമ തന്നെയാണ്. അത് മറ്റേ ഗജകേസരി എന്താണ് പടത്തിന്റെ പേര്? ഭഗവത് കേസരിന്റെ റീമേക്ക് ആവണേക്കാൾ ഉപരി അതൊരു പക്ക പൊളിറ്റിക്കൽ സിനിമ ആവാൻ തന്നെയാണ് ചാൻസ്. കാരണം ക്ലൈമാക്സിൽ പറയുന്നുണ്ടല്ലോ, രാഷ്ട്രീയത്തിക്ക് വരുന്നത് കൊല്ലാനൊക്കെ ആയിട്ടാണോ എന്നിട്ടാണ് പുള്ളി ചാട്ടവാറം കൊണ്ട് അവന്മാരൊക്കെ അടിക്കുന്നത്. അതെ അതെ. അപ്പൊ അത് രാഷ്ട്രീയപരമായിട്ടുള്ള സംഭവങ്ങളും ഉണ്ട് അതില്. ഉണ്ട്. പുള്ളിക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവും. എന്തായാലും ഇപ്പോ ഈ വരുന്ന ഇതില് ഇലക്ഷൻ ആണ്. അവിടെ പൊളിറ്റിക്കലായിട്ട് തന്റേതായിട്ടൊരു സിനിമ ഇറക്കിയാൽ അത് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. സ്വാഭാവികമായിട്ടും വിജയും കൂടി അല്ലേ. അതെ, ഉറപ്പായിട്ട്. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായില്ലേ. അതും കൂടി മുന്നിൽ കണ്ടിട്ടാണ് ഈ ഒരു പെർഫെക്റ്റ് ടൈമിൽ അവർക്കതായിട്ട് നോക്കിയത്. അതന്നെ. പോരാത്തതിന് വേറെ സെന്റിമെന്റ്സ് മുമ്പിൽ വെച്ചത് ലാസ്റ്റ് സിനിമയാണ്. അതെ. അപ്പൊ എന്തായാലും ആൾക്കാർ വരും. വരാത്തവർ വരെ വരാൻ ചാൻസ് കൂടുതലാ. ഇനിയിപ്പോ എല്ലാരും വരും. ഇനി ഈ ഒരു പ്രൊമോഷന്റെ ആവശ്യമില്ല. ഇനി പുറത്തുനിന്ന് ഒരു പ്രൊമോഷന്റെ ആവശ്യം ഒരിക്കില്ല. പ്രൊമോഷൻ കൊടുത്തു വരിക. അതെ, പക്ഷെ ഭയങ്കര പൊട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും ഇനിയിപ്പോ ആമസോണും കൂടി ഇവർക്കെതിരായിട്ട് നിൽക്കും. കേസ് വന്നാ പിന്നെ കൂടി കലങ്ങും. മ്യൂസിക് ടീമിന്റെ ഭാഗത്തുനിന്ന് വേറെ പ്രശ്നമില്ല. കാര്യം എന്താ വെച്ചാൽ മ്യൂസിക് ഓൾറെഡി അവർ ഇതാക്കിയിട്ടുണ്ട്. ഇനി 2 മ്യൂസിക് അങ്ങാണ്ട് ഇനി റിലീസ് ചെയ്യാനുള്ളത്. ബാക്കി എല്ലാതും കുഴപ്പമില്ല. അപ്പൊ മ്യൂസിക് റൈറ്റ്സിന്റെ കാര്യത്തിൽ കുഴപ്പമില്ല. പക്ഷെ OTT റൈറ്റ്സ് സീനാണ്. സാറ്റലൈറ്റും കുഴപ്പമില്ല തോന്നുന്നുണ്ട്. സാറ്റലൈറ്റ് കുഴപ്പമില്ല. OTT റൈറ്റ്സ് സീനാണ്. കാരണം അവർക്കൊരു ഫിക്സഡ് പ്ലാൻസ് ഉണ്ടാവും. അവരും ബിസിനസ് ആണല്ലോ ചെയ്യണത്. അതെ. ഏറ്റവും ഹയസ്റ്റ് ഇതിലാണ് വിറ്റുപോയിട്ടുള്ളത് തമിഴ്നാട്ടില്. തമിഴിൽ ഏറ്റവും ഹയസ്റ്റ് പ്രൈസിലാണ് ഈ സിനിമയുടെ OTT റൈറ്റ് ആണ് വിറ്റുപോയിട്ടുള്ളത്. കൺസിഡർ ചെയ്യാനും പറ്റൂല. 500 കോടിയൊക്കെ ഉള്ള ബഡ്ജറ്റ്. 220 കോടി വിജയന്റെ ശമ്പളം തന്നെ ഉണ്ടാ. 190. മമ്മിതയ്ക്ക് എത്ര? മമ്മിതയ്ക്ക് എത്രയാന്ന് അറിയില്ല. 5 കോടിയാണോ എന്നുള്ള അറിയില്ല. 5 കോടി. ഇപ്പൊ ആമസോൺ കൂടി കൊടുത്താൽ നല്ല പണിയായിരിക്കും. ഒടുക്കത്തെ പണിയായിരിക്കും. ഇനിയിപ്പോ ഇവർക്ക് പെട്ടെന്ന് റിലീസ് ഡേറ്റ് കിട്ടിയാലും പെട്ടെന്ന് അങ്ങോട്ട് റിലീസ് ചെയ്യാൻ പറ്റൂല. ആമസോണായിട്ടുള്ള എന്തൊക്കെയോ വിഷയമുണ്ട് ഇപ്പോഴും. അതായത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവല്ലോ, തിയേറ്ററിൽ ഇറക്കി ഇത്ര ദിവസം കഴിഞ്ഞിട്ട് OTT എന്നുള്ളത്. അപ്പൊ തിയേറ്ററിൽ ഇറക്കിയാലും ഇല്ലെങ്കിൽ ആ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മറ്റേ ദിവസം എത്തുമ്പോ എന്താവും, OTT കൊടുത്തേ പറ്റുണ്ടാവുള്ളൂ ചിലപ്പോ. അങ്ങനെയുണ്ട്. അവർക്കൊരു ബിസിനസ് തന്നെ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും മിക്കവാറും. ഹോട്ട്സ്റ്റാറിനെ കൊടുത്തല്ലേ? ജി ഹോട്ട്സ്റ്റാറിനല്ലേ കൊടുത്ത്? ആര്? ഇത് മറ്റേ ആമസോൺ പ്രൈമിനല്ലേ? സോറി. ആമസോൺ പ്രൈമിന് ഹോട്ട്സ്റ്റാർ വേറെ, അത് അംബാനിയുടെ, അത് വേറെ. ഈ ഓരോ ഇതാവും പറ്റുണ്ടാവില്ല അല്ലേ? ക്യാൻസൽ ചെയ്യാൻ പറ്റുണ്ടാവില്ലല്ലോ ഡീല്? ഡീലൊക്കെ സൈൻ ചെയ്ത് എമൗണ്ട് ഒക്കെ ഇതാക്കിയല്ലേ, ഫിക്സ് ചെയ്തല്ലേ. ശരി. വിറ്റുപോയില്ലേ റൈറ്റ്സ് ഒക്കെ. ഇതിലെന്താ പറയാ, അവരെ ലോക്കായി കിടക്കാണ്. ഇപ്പൊ ടോക്സിക്കിനും അതേപോലെ വേറെ ഏതോ ഒരു പടം ഉണ്ടല്ലോ, അതിനൊക്കെ പ്രശ്നമായിട്ടുണ്ടല്ലോ. ടോക്സിക് തൊട്ടത് മൊത്തം പ്രശ്നമായി കിടക്കാണ്.
ടോക്സിക്കിന്റെ ഇഷ്യൂ എന്തായിരുന്നു? എന്താ പാർക്ക് മൊത്തം മരം മുറിച്ചാണ്ടൊക്കെ. അതല്ല, ഇപ്പൊ ലാസ്റ്റ് ആ ടീസർ ഇറങ്ങിയ ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം പ്രശ്നമായിട്ടുണ്ടല്ലോ, സ്ത്രീ വിരുദ്ധത എന്നും പറഞ്ഞിട്ട്. അപ്പൊ അതിനും ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവർക്ക് ഓൾറെഡി ഒരു കേസായി. അപ്പൊ ഇനി മറ്റേ കേസും കൂടി സ്വാഭാവികമായിട്ടും വരും. പ്രൊഡക്ഷൻ കമ്പനിന്ന് എല്ലാരും അറിഞ്ഞിട്ടാ, ഞാൻ ആദ്യമായിട്ടാ കേട്ടേന്ന്. പോണില്ല. KVN പ്രൊഡക്ഷൻസ് പക്ഷെ ഭയങ്കര ലക്കി ആയിരുന്നു കേട്ടാ തുടക്കത്തില്. KVN പ്രൊഡക്ഷൻസ് കാരണം യാഷിനെ പോലെ ഒരാളെ സിനിമ, വിജയുടെ ഒരു സിനിമ, പിന്നെ വേറെ ഒക്കെ എന്താ പറയാ ബിഗ് സ്റ്റാർസിന്റെ സിനിമകളാണ് ഇവര് എടുത്തിട്ടുള്ളത്. പക്ഷെ അവസാനം ഇങ്ങോട്ട് എത്തിയപ്പോ അതങ്ങോട്ട് ലോക്കായി എല്ലാം കൂടി. പ്രഷർ ഉണ്ടാവൂലേ? എന്നടാ പണി വെച്ചെടുക്കാൻ. ഇപ്പൊ എന്താണ് അടുത്ത വഴി? വിധി 27-ാം തീയതി എങ്ങാണ്ടല്ലേ എന്നാ വിധി പറയുന്ന പറഞ്ഞു. ഇനി അടുത്ത് 27 നാളെ. 27 നാളല്ലേ? നാളെറ്റാണോ അതോ നാളെ തന്നെ? 27 നാളെ. പിന്നെ ഹൈക്കോടതി പറഞ്ഞത്ര പറയാന്ന് എന്നാന്നൊന്നും പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞു. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ലാന്ന് പറഞ്ഞു. നാളെയാണ് വിധി. നാളത്തെ തീരുമാനമായിട്ടുണ്ടെങ്കില് ജനനായകനാണ് അനുകൂലം എന്നുണ്ടെങ്കില് മറ്റൊരു സുപ്രീം കോടതി ഇതാക്കും. നേരെ മറിച്ച് CBSE ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു സുപ്രീം കോടതിക്ക് പോകും. എന്തായാലും ഇത് വീണ്ടും നീണ്ടു പോകും, അത് ഉറപ്പായി. ആര് ജയിച്ചാലും ഈ സാധനം നീണ്ടു പോകും. ഇവർക്ക് എന്താ പറയാ, ഇലക്ഷന്റെ ശേഷം ഇറക്കണം എന്നുള്ള പ്ലാനാണ്. അപ്പഴേ ആളുകൾ ഇൻഫ്ലുവൻസ് കുറയുള്ളൂ. മറ്റൊരു ഇലക്ഷനെ ബാധിക്കുന്ന നല്ല ബോധ്യം അവർക്കുണ്ട്. ആ പേടി കൊണ്ടാണ് ആരൊക്കെയൊക്കെ എന്തൊക്കെയൊക്കെയോ. Amazon Prime has sent a warning notification to KVN Productions regarding Jananayagan OTT release. They claim that Amazon is not responsible for theatrical release on the written date. We should release the film on OTT. ഡേറ്റ് പറയണ്ട. ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. തിയേറ്ററിക്കല് എന്ത് പ്രശ്നം വന്നാലും ആമസോൺ റെസ്പോൺസിബിൾ അല്ല. അവർക്ക് കൃത്യ ടൈമില് OTT റിലീസ് ചെയ്തേ പറ്റൂ. ഇതാണ് വിഷയം. ഇവർക്ക് അതും കൂടി താങ്ങാനുള്ള പവർ ഉണ്ടാവും എന്നുള്ളതാണ്. വിജയ് പോലും വിചാരിച്ചില്ല. മറ്റേ ഓഡിയോ ലോഞ്ച് ടൈമിൽ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ സിനിമയാണ്, പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നുള്ളത് പുള്ളി പറഞ്ഞാണ്. പ്രശ്നങ്ങളില്ലാതെ ഒരു വിജയ് സിനിമയില്ല. വിജയ് സിനിമ ആണെങ്കിൽ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല, ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ നീണ്ടുപോവും, ഭയങ്കര ഒരു ഇതാവും എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പണ്ട് തൊട്ടേ ഉണ്ട് കത്തി, തുപ്പാക്കിക്ക് വിഷയമില്ല. കത്തി, തലൈവ, മെർസല്, മാസ്റ്റർ, കത്തിനും ഭയങ്കര വിഷയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വിജയ് പൊളിറ്റിക്സ് തൊട്ടോ പ്രശ്നങ്ങളാണ്. അതെ, കാരണം പറയുന്നൊക്കെ ഉള്ളതാണേ. അതാണ് മൂപ്പരിക്കാണെങ്കിൽ ഒരു പേടിയില്ല, ഒക്കെ തുറന്നടിച്ച് പറയും ചെയ്യും. മൂപ്പര് സ്ട്രാറ്റജി ചില്ലറല്ല. അല്ലെങ്കിൽ എത്ര സ്റ്റാറുള്ള നടന്മാര് പൊളിറ്റിക്സിൽ വന്നു പോയി. തമിഴ്നാട്ടിൽ തന്നെ ഇത്രത്തോളം ഉണ്ടാക്കാൻ പറ്റിയ ആരല്ല പൊളിറ്റിക്സിൽ. അതെ, കമലഹാസൻ, രജനീകാന്ത്, മറ്റേ ചങ്ങായില്ലേ ശരത് കുമാർ. മൂപ്പരൊക്കെ വിജയനെ കളിയാക്കിയെന്നല്ല. വിജയുടെ ഒരു പൊളിറ്റിക്സ് ഭയങ്കര പവറായി വരുന്നുണ്ടല്ലേ. ഈ ഇലക്ഷനും കൂടി കഴിഞ്ഞാൽ അറിയാം എന്താ സംഭവിക്കാന്ന്. എന്താവുന്നുള്ളത് നമ്മളും പ്രതീക്ഷിച്ചല്ലേ. ഉണ്ടാവും വിചാരിച്ച്. റിലീസ് ഡേറ്റ് മാറ്റുന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, സൂചന ഉണ്ടായിരുന്നു. അപ്പൊ 14-ാം തീയതി അല്ലേ? 9-ാം തീയതി 14-ാം തീയതിക്ക് വലിയ എന്തില്ലല്ലോ, കുറച്ചു ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ പോരെ എന്നുള്ള ഒരു ഇതിലായിരുന്നു എല്ലാരും. പിന്നെ 14-ാം തീയതി ആവുന്നതിന് മുന്നെയാണ് ഇങ്ങനെ കേസും കുറച്ചൊക്കെ ആയിട്ട് നടക്കുന്നത് മനസ്സിലായത്. കുറെ ആദ്യം 14-ാം തീയതി പ്രതീക്ഷ വെച്ച്, അത് കഴിഞ്ഞിട്ട് 21-ാം തീയതി പ്രതീക്ഷ വെച്ച്, പിന്നെ റിപ്പബ്ലിക് ഡേയുടെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ടൈമിൽ ഇതാക്കുന്ന വെച്ചിട്ട് ഇന്ന് റിലീസ് ആവുന്ന പ്രതീക്ഷ വെച്ച്,
ഇപ്പൊ ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. എന്താ അപ്ഡേറ്റ് വരട്ടെ ആ ഒരു ഇതിലായി. ഒരു അൺസർട്ടനിറ്റി ഇല്ല, എന്താണ് ഏതാണെന്നുള്ളൊരു ഇതില്ല. അതെ, ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ല അവരെ ഭാഗത്ത്, ഒന്നുമില്ല. അവര് പടം പോലും കാണാതെ ഇങ്ങനൊക്കെ തീരുമാനം എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ലോജിക്കാന്നുള്ള മനസ്സിലാവണില്ല. കോടതി ഇങ്ങനെ പടത്തിൽ നിങ്ങൾ എന്ത് മിസ്റ്റേക്കാണ് കണ്ടത്? പടത്തില് നിങ്ങൾ മിസ്റ്റേക്ക് ഒന്നും കണ്ടില്ല. അതെന്താ പടം നിങ്ങൾ കണ്ടില്ല? പടം നിങ്ങൾ കണ്ടില്ല? പടം നിങ്ങൾ കണ്ടിട്ടില്ല. അതിനി കാണാനോ കുറച്ചിന് കാണാനോ സർട്ടിഫിക്കേഷൻ കൊടുക്കാറില്ല. പടം ഞങ്ങൾ കണ്ടില്ല, എന്നാ സർട്ടിഫിക്കറ്റ് കൊടുക്കൂല. അല്ല, അപ്പൊ നിങ്ങൾ UA കൊടുക്കാന്ന് പറഞ്ഞ് അത് ഞങ്ങളെ ചായ എടുക്കണ ചെക്കൻ വന്ന് കണ്ട് അടിപൊളിയാന്ന് പറഞ്ഞു, അത്രല്ലോ. അപ്പൊ അതൊന്നും സർട്ടിഫിക്കറ്റ് കൊടുക്കൂലെന്ന്. സർട്ടിഫിക്കറ്റ് കൊടുക്കൂല. ഇപ്പൊ പടം നിങ്ങൾ എന്ന് കാണുന്നു, പടം അത് 2 മാസം കഴിഞ്ഞിട്ട് കണ്ടപ്പോരായിരുന്നു. ഇലക്ഷന്റെ പാർട്ടി പ്രസിഡന്റ് ഞങ്ങൾക്ക് നടത്താൻ നിങ്ങൾ സെൻസർ ബോർഡല്ലേ? എന്നാലും ഇലക്ഷൻ ഞങ്ങൾ സെൻസർ ബോർഡ് ഇതിനു മുമ്പ് ഇങ്ങനെ കേട്ടാണ്. ഇത് എത്രത്തോളം ശരിയുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ഈ സെൻസർ ബോർഡില് മറ്റേതൊരു ഭാഷയുള്ള സിനിമ അത് ഇന്ത്യയിൽ റിലീസ് ചെയ്യാനായിട്ട് അവർ അപ്രോച്ച് ചെയ്തു. ആ സിനിമയുടെ പേര് ബീഫ്. അത് ഞാൻ കേട്ടിരിക്കണേ. അപ്പോ ആ ലാംഗ്വേജിൽ ബീഫ് എന്നർത്ഥം വരുന്നത് അതിജീവനം അങ്ങനെ എന്തൊക്കെയോ ആണ്. പക്ഷെ നമ്മളെ സെൻസർ ബോർഡ് വിചാരിച്ചു മറ്റേ ബീഫാണ്. അപ്പൊ പറഞ്ഞു ബീഫാ ഇറക്കാൻ പറ്റൂല, കൊണ്ടുപോക്കോന്ന്. സിനിമയിലാണെങ്കിൽ ബീഫോ അങ്ങനത്തെ സംഭവം ഒരു ടോക്ക് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല. സർട്ടിഫിക്കറ്റും കോപ്പുന്നില്ല, ഇറങ്ങിപ്പോക്കോന്ന്. അങ്ങനെ ലാസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി ബീഫ് എന്നുള്ളതിന്റെ അർത്ഥം എന്താന്നുള്ളത്. അപ്പൊ പടം ഇറക്കിക്കോന്ന്. അപ്പൊ ഇവരൊരു മെന്റാലിറ്റി മനസ്സിലായില്ലേ? സെൻസർ ബോർഡിലടക്കം എന്താ പറയാ ഒരിതാണ്, ഒരാൾക്ക് അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരു സിനിമയായി ചിത്രീകരിച്ച് ആളുകളിലോട്ട് എത്തിക്കാൻ പറ്റില്ല. അത് ഇന്ത്യ മഹാരാജ്യത്ത് സെൻസർ ബോർഡിന് അവകാശമുണ്ട്. അതായത് രാജ്യത്തിനെതിരായിട്ടോ അങ്ങനെ എന്തെങ്കിലും രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ എതിർക്കാനുള്ള ഇതുണ്ട്. പക്ഷെ ഇതൊക്കെ എന്തിനടെ ഇത്? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് മാത്രമല്ല വരേണ്ടത്, ഇവിടെ അപ്പോലെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, അതിനൊക്കെ അവര് ഇതാക്കണ്ടേ? ഇത് ഒരുമാതിരി അവര് ചെയ്ത ഓഹോ അപ്പേതാഹാണ്.